എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 കാനഡ കണ്ട ഏറ്റവും മോശമായ ഭീകരാക്രമണം. 1985 ജൂൺ 23 കനിഷ്ക എന്നും അറിയപ്പെടുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182-ലുണ്ടായ ബോംബാക്രമണം തീവ്രവാദത്തിന്റെ വിനാശകരമായ ആഘാതത്തിന്റെ ഒരു യഥാർത്ഥ ഓർമ്മപ്പെടുത്തലായി തുടരുന്നു. അയർലൻഡ് തീരത്ത് ആകാശത്ത് നടന്ന സ്ഫോടനത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും കൊല്ലപ്പെട്ടു. 40 വർഷങ്ങൾക്ക് ശേഷവും കുടുംബങ്ങളെയും കനേഡിയൻ പൊതുജനങ്ങളെയും ആഴത്തിൽ ബാധിക്കുന്ന ഒരു ദുരന്തം. കാനഡയിലെ ഏറ്റവും മോശമായ ഭീകരാക്രമണം എന്ന ഖ്യാതി ഈ സംഭവത്തിനുണ്ട്. 2001 സെപ്റ്റംബർ 11 സംഭവങ്ങൾ വരെ ജീവഹാനിയുടെ കാര്യത്തിൽ മറ്റെല്ലാ ആക്രമണങ്ങളെയും മറികടന്നിരുന്നു. ഇരകളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വംശജരായ കനേഡിയൻ പൗരന്മാരായിരുന്നു. ഇത് ആക്രമണത്തിന്റെ അന്താരാഷ്ട്ര വ്യാപ്തിയും കാനഡയിലെ ഇന്ത്യൻ പ്രവാസികളിൽ അതിന്റെ ആഴത്തിലുള്ള സ്വാധീനവും എടുത്തു കാണിക്കുന്നു. കുറ്റവാളികളെ ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദികളായി തിരിച്ചറിഞ്ഞു. ഇന്ദർജിത് സിംഗ് റയാത്ത് എന്ന ഒറ്റ വ്യക്തിയെ ബോംബാക്രമണത്തിലെ പങ്കിന് ഒടുവിൽ ശിക്ഷിച്ചെങ്കിലും ഉൾപ്പെട്ട മറ്റ് പലരും പ്രോസിക്യൂഷനിൽ നിന്ന് ഒഴിഞ്ഞുമാറി. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ഒരു കനേഡിയൻ ദുരന്തം എന്ന തലക്കെട്ടിൽ 2010 പുറത്തിറങ്ങിയ കനേഡിയൻ അന്വേഷണ കമ്മീഷൻ കനേഡിയൻ സുരക്ഷാ ഏജൻസികളുടെ നിർണായക ഇന്റലിജൻസ് പരാജയങ്ങൾ വെളിപ്പെടുത്തി. ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു. സുരക്ഷാ വീഴ്ച കനേഡിയൻ സർക്കാരിനും നിയമപാലകരിലും വിപുലമായ സൂക്ഷ്മ പരിശോധനയ്ക്കും ആത്മപരിശോധനയ്ക്കും കാരണമായി. അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ രഹസ്യാന്വേഷണ ശേഖരണത്തിലും വിശകലനത്തിലുമുള്ള വ്യവസ്ഥാപരമായ പിഴവുകൾ തുറന്നുകാട്ടി. ഭാവിയിലെ ഭീകരാക്രമണങ്ങൾ തടയുന്നതിന് മെച്ചപ്പെട്ട സുരക്ഷാ നടപടികൾ ആവശ്യമാണെന്ന് ഊന്നിപ്പറഞ്ഞു. ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പൂർണ്ണമായ നീതി ലഭിക്കാത്തത് ഉത്തരവാദിത്വത്തിനായുള്ള നിരന്തരമായ മുറവിളികൾക്ക് ആക്കം കൂട്ടി. 40 വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന വേദനയും നിരാശയും ഇപ്പോഴും പ്രകടമാണ്. ഈ വർഷം വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള അനുസ്മരണ പരിപാടികൾ നീതി ആവശ്യപ്പെടുന്നതിന് പുറമെ പാകിസ്ഥാൻ ISIയുമായുള്ള ബന്ധമുൾപ്പെടെ ഖാലിസ്ഥാൻ ഭീഷണിയെ വേണ്ടവിധം നേരിടുന്നതിൽ കാനഡ പരാജയപ്പെട്ടതിനെ അംഗീകരിക്കാനും ആവശ്യപ്പെടുന്നു.